5 വർഷം മുൻപ് കാണാതായ കാസർകോട്ടെ യുവാവിനെ രാജസ്ഥാനിൽ കണ്ടെത്തി. മായിപ്പാടിയിലെ കെ കുഞ്ഞാലിയുടെ മകൻ അബ്ദുൽ സലാമിനെയാണ് കണ്ടെത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കാസർഗോട്ട് നിന്നും 5 വർഷം മുൻപായിരുന്നു അബ്ദുൽ സലാമിനെ കാണാതായത്. മാനസികാസ്വാസ്ഥ്യമുള്ള അബ്ദുൽ സലാമിനെ രാജസ്ഥാനിലെ അപ്ലാഘർ എന്ന സ്ഥലത്ത് മലയാളിയായ നേവി ഉദ്യോഗസ്ഥൻ കാണുകയും അബ്ദുൽ സലാം കാസർഗോഡ് കൂഡ്ലു എന്ന് തുടർച്ചയായി ആവർത്തിച്ച് സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേവി ഉദ്യോഗസ്ഥൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെടുകയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അന്വേഷണത്തിൽ ആലമ്പാടിയിലുള്ള നൂറുൽ ഇസ്ലാം അനാഥാലയത്തിൽ പഠിച്ചിരുന്നതായും പഠനം പൂർത്തിയാക്കി അവിടെ നിന്നും പോയതാണെന്നും മനസ്സിലാക്കി. തുടർന്നുള്ള അന്വേഷണത്തിൽ കാണാതായയാളുടെ വീട് മായിപ്പാടി ചിപ്പാർ എന്ന സ്ഥലത്താണെന്ന് കണ്ടെത്തുകയും ബന്ധുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. 5 വർഷങ്ങൾക്ക് മുൻപ് കാണാതായതായും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് വന്നിരുന്നതായും കാണാതായതിനു ശേഷം കുറേക്കാലം അന്വേഷിച്ച് ഒടുവിൽ മരണപ്പെട്ടതായി കണക്കാക്കി ബന്ധുക്കൾ അന്വേഷണം അവസാനിപ്പിച്ച നിലയിലാണെന്നും പോലീസ് മനസ്സിലാക്കി. പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് താരതമ്യ പഠനം നടത്തുകയും രാജസ്ഥാനിൽ കണ്ടെത്തിയ ആൾ കാസർഗോട്ട് നിന്നും കാണാതായ അബ്ദുൽ സലാം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നളിനാക്ഷൻ യുവാവ് താമസിച്ചു വന്നിരുന്ന അപ്ലാഗർ ആശ്രമം അധികാരികളുമായി ബന്ധപ്പെട്ട് ജയ്പൂർ സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സിൽ പങ്കെടുക്കുകയായിരുന്ന കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ്, ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗോകുൽ എന്നിവരെ അറിയിക്കുകയും ഇവർ കച്ചാമൻ സിറ്റി എന്ന സ്ഥലത്തുള്ള അപ്നാഗർ എന്ന ആശ്രമത്തിൽ എത്തുകയും ചെയ്തു. തുടർന്ന് അബ്ദുൽ സലാമിനെ കൂട്ടിക്കൊണ്ടുവന്ന് സലാമിൻ്റെ സഹോദരനെ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.